കേരളത്തിലെ ജനങ്ങൾ ആത്മാർത്ഥമായി വോട്ട് ചെയ്ത് UDF-ന് വിജയം നേടിക്കൊടുത്തതായി മാണി സി കാപ്പൻ MLA. ഫ്രാൻസിസ് ജോർജിന് മികച്ച വിജയം നേടാൻ കഴിഞ്ഞു. CPM-ന്റെ വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ കോട്ടയം ഇല്ലായിരുന്നുവെന്ന് മാണി സി കാപ്പൻ പറഞ്ഞു. പാലായിൽ ഫ്രാൻസിസ് ജോർജിന് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞതായും കാപ്പൻ പറഞ്ഞു. മൊത്തത്തിലുള്ള ഭൂരിപക്ഷം ഞാൻ നേരത്തെ പ്രവചിച്ചിരുന്നത് ഒന്നുകിൽ 40-നും 60-നും ഇടയിൽ, ഇല്ലെങ്കിൽ 1 ലക്ഷത്തിന് മുകളിലായിരുന്നു. അത് തുഷാർ വെള്ളാപ്പള്ളി പിടിക്കുന്ന വോട്ടിനെ ആശ്രയിച്ചിരിക്കും എന്നുകൂടി ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ പാലായിൽ എനിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഫ്രാൻസിസ് ജോർജിന് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ഈ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുള്ള കേരളത്തിലെ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തിന്റെ സൂചന കൂടിയാണ്. CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ അവരുടെ വിലയിരുത്തലിൽ പോലും 8 സീറ്റുകൾ ജയിക്കുമെന്ന് കോട്ടയമില്ലായിരുന്നു. അപ്പോൾ ഇവരൊരു കണക്കുണ്ടാക്കി 12,000 വോട്ടിൽ അവർ ജയിക്കും, പാലാ കൊണ്ട് കവർ ചെയ്യുന്നു. പാലാ എനിക്ക് 1700 വോട്ട് ലീഡുണ്ടായിരുന്നു, ഫ്രാൻസിസ് ജോർജിന് 1430 വോട്ട് ലീഡുണ്ട്. പാലായുടെ വികസനവുമായി ബന്ധപ്പെട്ട് MP-യുടെ സഹായത്തോടെ വിവിധ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയും. കേരള കോൺഗ്രസ് എം UDF-ൽ തിരികെ എത്തുന്നതിൽ എതിർപ്പില്ലെന്നും എന്നാൽ പാലാ മണ്ഡലം നോക്കേണ്ടെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. പല ചർച്ചകളിലും വരുന്നുണ്ട് കേരള കോൺഗ്രസ് എം UDF-ലേക്ക് തിരിച്ചു വരുന്നതെന്നുള്ളത്. അതേക്കുറിച്ച് എന്താണ്? UDF-ലേക്ക് തിരിച്ചു വന്നിട്ടിരിക്കുന്ന വിരോധം. പക്ഷെ പാലായിലോട്ട് നോക്കണ്ട. പാല വിട്ടുകൊടുത്തിട്ടുള്ള ഒരു കേസ് കിട്ടില്ല. ആ ചർച്ചയൊക്കെ വളരെ നേരത്തെ തുടങ്ങിയതാണ്.